നമസ്കാരം സ്വാമിമാരെ. രാവിലെ വഴുതേല് കുറിച്ച് ഞങ്ങൾ മല കയറാൻ പോവാണ്. അതിന് നദിക്കാത്ത മൂന്ന് കല്ലെടുത്ത് വെക്കാം. കല്ലെത്തി കല്ലിടാൻ മുന്നേ കൊണ്ടുപോയി നമ്മൾ സ്വാമി ഇത് കണ്ട കേറ്റം കണ്ട കേറ്റം കേറ്റം കണ്ട സ്വാമി. ഇതുപോലെ 2.5 കിലോമീറ്റർ ഉണ്ട് കേറ്റം. കേറ്റം മാത്രം. ശരണയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ അൻപുലിവാഹന അയ്യപ്പ അൻപുലിവാഹന അയ്യപ്പ ഹരികണ്ഠ സ്വാമി അയ്യപ്പ സവരീശ അയ്യപ്പ സവരീശ അയ്യപ്പ. ഈ കേറ്റം കണ്ട അയ്യോ ഒരു വീഡിയോയില് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര കയറ്റം. ഇങ്ങനെ കുന്നിനിങ്ങനെ കിടക്കുക. അഭിമാരെ ഇത് കണ്ട അത്ത കാലി കടിച്ചാൽ ഇപ്പൊ നമുക്ക് റെഡിയാവും. കല്ലട കുന്ന് പമ്പ 16.4 കിലോമീറ്റർ. ഒരു 50 കിലോമീറ്ററിന്റെ എഫക്റ്റ് ഉണ്ട് ഇനി അങ്ങോട്ട് പോകുന്നത്. അപ്പം ഏകദേശം കയറ്റം കഴിഞ്ഞ് കരിമലയാണ് ഏറ്റവും വലിയ പാടുള്ള കയറ്റം. എന്താ ഇപ്പൊ നമ്മൾ ഇവിടെ ഇനി നമ്മുടെ പോക്കറ്റിൽ കല്ലുണ്ട്. ഈ കല്ലിടാൻ കുന്നി വന്ന് ഇടണം. അയ്യ ഇതാണ് ആ കല്ല്. കഴുതാറ്റി കയറി മുങ്ങിക്കുളിച്ച് കല്ലെടുത്ത് കല്ലിടാൻ കുന്നി വന്ന് ഈ കല്ലിടണം. അപ്പൊ നമ്മള് ഇടാൻ പോവാ സ്വാമിമാരെ. ഞാൻ ഇത്രയും കേട്ടത്തിൽ ഈ വീഡിയോ എടുക്കുന്നത് 10 വയസ്സിന് മേളിലുള്ള സ്ത്രീകൾക്ക് മല കയറിക്കൂടാ. അവർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ടാ. പോരാത്തിന് നമ്മളെ വീട്ടിലെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കെല്ലാം ഇതെന്തോന്ന് അറിയണ്ടേ. അതുകൊണ്ട് ഞാൻ വന്ന അപ്പം കല്ലിടേണ്ട ഒരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുവന്ന് നമ്മൾ കല്ലിടാൻ പോവാ. ഒരുപാട് കണ്ട കപ്പയും ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഇനി ഇല്ല ഫുഡ് കഴിച്ചാലേ മല കയറാൻ പറ്റത്തില്ല. ഇപ്പൊ എവിടെയെങ്കിലും നിന്നിട്ട് ബാക്കി സ്വാമിമാർക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക. ഇതാണ് കല്ലിടാൻ കുന്ന്. ഇവിടെ വന്ന് വേണം ഈ കല്ലിടാൻ. ഈ ഇരുമടി കെട്ടുമായിട്ട് വേണം കല്ല് കൊണ്ടിടാൻ പോവാൻ. നല്ല കാറ്റ് കേട്ടാ. ഈ വെയില് നല്ല തണുത്ത ഇളം വെയില്. കല്ലിടാനായിട്ട് പോവുക. കല്ലിടാൻ കുന്നിൽ ആണ് കല്ലിടാൻ കുന്ന്. കല്ലിട്ടിട്ട് ബാക്കിലോട്ട് വേണം നടക്കാൻ. നമ്മള് ഡേഞ്ചറാണ്. പക്ഷെ ഇതുവരെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ അയ്യപ്പനോടുള്ള വിശ്വാസം കാരണം അങ്ങനെ നമ്മൾ കല്ലിടാൻ പോവാ. സ്വാമിയേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ സ്വാമി. ആ മരം ചുറ്റി ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വേണം താഴോട്ട് ഇറങ്ങിപ്പോ. അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ അയ്യപ്പ അയ്യപ്പ
സ്വാമിമാരെ, ഈ കല്ലിടാൻ കുന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ കയറ്റമില്ല. ഏകദേശത്ത് ഇതുപോലെയൊക്കെ ആയിരിക്കും. കണ്ടില്ലേ, നല്ല കാറ്റ്, കൊടും വയനത്തിലാണ് നമ്മൾ പിരിക്കുന്നത്. ഓക്കെ, ചെറിയ കയറ്റേ ഉള്ളു, എന്നാലും പാടാ. ഈ സമയത്തൊക്കെ നമ്മൾ പല കാര്യവും ഓർത്തു. നമ്മൾ അറിഞ്ഞു ചെയ്ത പാവവും അറിയാതെ ചെയ്ത പാവവും ഒക്കെ അങ്ങനെ ഓർത്തു മല കയറുമ്പോ. സ്ത്രീകളൊക്കെ നടക്കുന്നുണ്ട, സ്ത്രീകളൊക്കെ പ്രായം ചെന്ന സ്ത്രീകളൊക്കെ നടക്കുന്നുണ്ട. അമ്മ ചുടുകണം. സ്വാമിമാരെ, ഇനിയൊരു ചെറിയ കയറ്റമുണ്ട്. എന്താ, എല്ലാ കയറ്റവും തീരുന്നു പറഞ്ഞ് നിൽക്കുമ്പോഴാ അടുത്ത കയറ്റം. എന്നാലും കരിമല പോലത്തെ വലിയ കയറ്റം കാണത്തില്ല, ചെറിയ കയറ്റം. നോക്കണേ, അതിന്റെ ഭംഗി നോക്കണേ, എന്ത് രസമുണ്ട്. എന്റെ ഭംഗി നോക്കിയേ സ്വാമിമാരെ. നമുക്ക് കാട് സ്വാമിയെ ശരണയ്യപ്പ. നമ്മളെക്കാള് സ്പീഡില്ല അമ്മ സ്ത്രീകള് നടക്കുന്നതാ. നോക്ക്, 65-70 വയസ്സ് കാണും. ഇത് പുല്ല് പോലെയാ നടക്കുന്നത്. ഉടുമ്പൻപാറ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം. സ്വാമിമാരെ, കഴിഞ്ഞ കൊല്ലവ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് മസില് പിടിച്ചത്. പിന്നെ അങ്ങോട്ട് നടക്കാൻ പറ്റില്ല. ഇപ്രാവശ്യം എന്തായാലും ഇവിടം വരെ ഈസി ആയിട്ടൊക്കെ നമ്മളെ ഈസി അല്ല, ഇച്ചിരി പാടുപെട്ടെ. പക്ഷെ ബാക്കിയുള്ളവരെ സ്വാമിമാരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പാടാം. അവര് വളരെ ഈസി ആയിട്ടാ നടന്നു പോകുന്നതാ. നോക്ക് സ്വാമിമാർ, ഭഗവാനെ. സ്വാമി, ഇറക്കമാണ് പാട്. കയറ്റം വലുതാന്ന് വിചാരിച്ചാൽ ഇറക്കമാണ് പാട്. കാലുകൊണ്ട് ബ്രേക്ക് ചവിട്ടിയാണ് ഇറങ്ങാൻ. അതാണ് നല്ല കുത്തേനെ ഇറക്കോ. നോക്കി വെച്ചില്ലെങ്കിൽ സ്ലൈഡ് പോകുന്നുണ്ടെങ്കിൽ അങ്ങ് പോകും. എന്താ സ്വാമിമാരെ, മുക്കുഴിന്ന് പുലിശ്ശേരി കടവിലോട്ട് പോവുക. ഈ സീസണിൽ വന്ന് വീണ ഈ മരം കണ്ട, ഈ പാതയിൽ വന്ന് വീണ. ഓക്കെ, എത്രയോ വർഷം പഴക്കമുള്ള മരം. പിടിച്ചു വീണ. അതുകൊണ്ട് ബാക്കിയുള്ളത് മുറിച്ചു മാറ്റി. നമുക്ക് സ്വാമിമാരെ, നടക്കാൻ വയ്യ. എന്നാലും അയ്യപ്പനോ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടങ്ങ് നടക്കുക. അത് കണ്ട ആന വരാതിരിക്കുക.
ഇലക്ട്രിക് ഫെൻസ്. ഇവിടെ ആന ഇറങ്ങി എന്നൊക്കെ പറയുന്ന കേട്ട്. ഫെൻസ് എല്ലായിടത്തും ഈ ജ്യൂസ് ഇങ്ങനെ വച്ചേക്കുന്ന. അങ്ങനെ പുതുശ്ശേരി എത്തി. അയ്യോ 4 മണിയായി. രാവിലെ 7 മണിക്ക് തുടങ്ങിയതാ സ്വാമിമാരെ. ഇനി നമ്മൾ കരിമേല കയറാൻ പോവാണ്. 5 മണിക്ക് ശേഷം വിടത്തില്ല എന്ന് പറയുന്ന കേട്ട്. 5 മണിക്ക് 4 മണിക്ക് ശേഷം. അപ്പൊ മാക്സിമം ഇന്ന് കരിമല കയറിയാലേ ഇറങ്ങിയാലേ പമ്പ എത്താൻ പറ്റും. കരിമല 4 കിലോമീറ്റർ, പമ്പ 8 കിലോമീറ്റർ. നമ്മൾ കണ്ടാ ഇത് എന്ത് ദൂരമാണെന്ന് വിചാരിക്കും. പക്ഷെ 8 കിലോമീറ്റർ എന്ന് പറയുന്നത് 50-80 കിലോമീറ്ററിന്റെ എഫക്റ്റ് ഉണ്ട്. എത്ര പാടാണ് ഇതുവഴി നടക്കുന്നത്. കരിമല കയറാൻ പോവാ. പുതുശ്ശേരി കടവില് ഇന്ന് കടക്കുന്നില്ല. നാളെ രാവിലെയാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും ശബരിമലയിലെ. അവധി ആയതുകൊണ്ട് ഇപ്പൊ എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല. ഞങ്ങൾ നേരെ വിടുക സ്വാമിമാരെ. നമസ്കാരം സ്വാമിമാരെ. ഞങ്ങൾ പുതുശ്ശേരി കടവ് നിൽക്കുകയാണ്. രാവിലെ 6:15. 6:15 മണിത്തെ കാഴ്ച. സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണം. ഇവിടെ നല്ല കോടയുണ്ട്. നിങ്ങൾ ഇന്നലെ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. ഇതുപോലെ വിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ കിടന്നുറങ്ങാം. രാവിലെ 6:15 ഒരുപ്പ്. ഇദ്ദേഹം തന്നെ ഓണർ. ഇദ്ദേഹം ഒരുക്കി തള്ളില്ലേ സൂപ്പറായിട്ട് സാധിക്കായി. മുളക് ഇന്നലെ കഴിച്ചായിരുന്നു. ഭയങ്കര എരി കേട്ടാ, ഭയങ്കര എരി. സ്വാമി ശരണം. എത്ര വർഷമായി? 40 വർഷമായി. 40 വർഷം. ഇല്ല, അടിപൊളി പൊരുക്ക് കേട്ടാ. ബജി ബോണ്ട കപ്പലിന്റെ ഒരു ചൈന. ആവശ്യത്തിന് ബിസ്ക്കറ്റ്. കൊല്ലത്തോടെ